തദ്ദേശ ഭരണകൂടങ്ങളിൽ നിന്നും സമരഭൂമിയിൽ നിന്നും നിയമസഭയുടെ പടവുകൾ കയറുന്നത് ആരൊക്കെയാണ്? കേരളം ഉറ്റുനോക്കുന്ന ആ നിർണായക നീക്കത്തിന്റെ തിരക്കഥ തയ്യാറാകുമ്പോൾ ലിസ്റ്റിൽ ഇടം പിടിച്ച പ്രധാനികൾ ഇവർ 3 പേരുമാണ്. തദ്ദേശ ഭരണത്തിലും സമരഭൂമിയിലും ജനകീയത തെളിയിച്ച KS ശബരിനാഥൻ, റിജിൽ മാക്കുറ്റി, ദീപ്തി മേരി വർഗീസ്. ഇവർ തദ്ദേശത്തിൽ തുടരുമോ അതോ നിയമസഭയുടെ വലിയ പോരാട്ടക്കളത്തിലേക്ക് ഇറങ്ങുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡും KPCCയും ഒരുപോലെ ആഗ്രഹിക്കുന്ന ആ വിൻബിലിറ്റി ഫാക്ടറിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. അരുവിക്കരയുടെ മണ്ണിൽ G കാർത്തികേയൻ പടുത്തുയർത്തിയ ആ സ്നേഹ സാമ്രാജ്യം തിരിച്ചു പിടിക്കാൻ ശബരിനാഥനേക്കാൾ മികച്ചൊരു ഓപ്ഷൻ കോൺഗ്രസിന് മുന്നിൽ വേറെയില്ല. തിരുവനന്തപുരത്തും കോർപ്പറേഷൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും ശബരിനാഥൻ 5 വർഷം കൗൺസിലറായിട്ട് തുടരുവാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യപ്പെടുന്നു എന്നതാണ് റിപ്പോർട്ടെങ്കിലും അരുവിക്കരയും മറ്റൊരു നല്ല ഓപ്ഷനാണ്. മത്സരിച്ചാൽ വിജയമുറപ്പാണ് എന്നാണ് അദ്ദേഹത്തോടൊപ്പമുള്ളവർ വിശ്വസിക്കുന്നത്. എങ്കിലും VS ശിവകുമാർ, CP ജോൺ എന്നിവരുടെ പേരുകളും മണ്ഡലത്തിൽ സജീവ പരിഗണനയിലാണ്. കഴിഞ്ഞ തവണത്തെ നേരിയ വോട്ടുകളുടെ കുറവ് ഇത്തവണ വൻ ഭൂരിപക്ഷമായി മാറുമെന്നാണ് താഴെത്തട്ടിലെ റിപ്പോർട്ടുകൾ. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുമ്പോൾ ശബരിനാഥന്റെ പക്വതയും വികസന കാഴ്ചപ്പാടും വോട്ടർമാർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. യുവാക്കളുടെയും കുടുംബങ്ങളുടെയും വോട്ടുകൾ ഒരുപോലെ സമാഹരിക്കുവാൻ ശബരിക്കാകും. സൗമ്യമായ പെരുമാറ്റവും വികസന കാഴ്ചപ്പാടുമുള്ള ശബരിനാഥൻ മികച്ചൊരു അഡ്മിനിസ്ട്രേറ്റർ കൂടിയാണെന്ന് തെളിയിച്ച വ്യക്തിയാണ്. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങളിലൂടെയുള്ള ഊർജവും G കാർത്തികേയന്റെ രാഷ്ട്രീയ പാരമ്പര്യവും ശബരിനാഥനെ തിരുവനന്തപുരം ജില്ലയിലെ അജയനാക്കി മാറ്റുന്നു. അടുത്ത കണ്ണൂരിലെ പോരാട്ടവീര്യം കാത്തു സൂക്ഷിക്കുന്ന റിജിൽ മാക്കുറ്റിയാണ്. CPMന്റെ ഉരുക്കുകോട്ടകളിൽ കടന്നു ചെന്ന് നെഞ്ചുവിരിച്ച് പോരാടുന്ന റിജിൽ മാക്കുറ്റി ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശമാണ്. സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഇവയാണ്: കണ്ണൂർ അല്ലെങ്കിൽ അഴീക്കോട്. തെരുവിലെ പോരാട്ടങ്ങളിലൂടെയും അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ശബ്ദമുയർത്തലിലൂടെയും റിജിൽ ഇതിനോടകം തന്നെ ശ്രദ്ധേയനാണ്. ചാനൽ ചർച്ചകളിലും ഗ്രൗണ്ടിലും ഒരുപോലെ തിളങ്ങുന്ന റിജിലിന് സാധാരണക്കാരനായ വോട്ടർമാരെ സ്വാധീനിക്കാൻ സവിശേഷമായ കഴിവുണ്ട്. കണ്ണൂരിൽ K സുധാകരന്റെ കരുത്തിന് കരുത്തു പകരാൻ റിജിലിന് സാധിക്കും. യുവ വോട്ടർമാരുടെ വലിയൊരു ശൃംഖല റിജിലിന് പിന്നിലുണ്ട്. മാതൃകാപരമായ പോരാട്ട വീര്യം വോട്ടാക്കി മാറുമെന്ന് ഉറപ്പാണ്. CPMന്റെ തട്ടകത്തിൽ ചെന്ന് അവരെ രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കാൻ റിജിൽ മാക്കുറ്റിയോളം കരുത്തനായ മറ്റൊരു യുവ നേതാവില്ല. രാഷ്ട്രീയ എതിരാളികളെ അവരുടെ കോട്ടയിൽ പോയി വെല്ലുവിളിക്കുന്ന റിജിലിന് ഇത്തവണ നിയമസഭയുടെ പടവുകൾ സുനിശ്ചിതമാണ്. ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളിൽ റിജിൽ മുൻപന്തിയിലുണ്ടാകാറുണ്ട്. ഇത് മലബാർ മേഖലയിലെ ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കും. സർക്കാരിനെതിരെ സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ ആഞ്ഞടിക്കാൻ റിജിലിനെ പോലൊരു ഫയർ ബ്രാൻഡ് നേതാവ് പ്രതിപക്ഷ നിരയിൽ അത്യാവശ്യമാണ്. അടുത്തത് കൊച്ചി കോർപ്പറേഷനിലെ കൗൺസിലർ എന്ന നിലയിൽ ജനകീയ പ്രശ്നങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്ത് പരിചയമുള്ള ദീപ്തി മേരി വർഗീസ് ആണ്. താഴെത്തട്ടിലുള്ള വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം എന്നതിൽ അവർക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയിലെ ഏതെങ്കിലും സുരക്ഷിത മണ്ഡലത്തിൽ ദീപ്തിയെ പരിഗണിച്ചേക്കും. മിക്കവാറും പെരുമ്പാവൂരായിരിക്കും ദീപ്തിക്കായി കാത്തുവെക്കാനുള്ള സാധ്യത. നിലവിൽ എൽദോസ് കുന്നംപള്ളിയുടെ മണ്ഡലമാണ്. അദ്ദേഹത്തിന് 2ാം ഊഴം കഴിഞ്ഞു നിൽക്കുന്നത് കൊണ്ടും അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണമുള്ളത് കൊണ്ടും ചിലപ്പോൾ അത് തിരിച്ചടി കിട്ടുമോ എന്ന ഭയമുള്ളത് കൊണ്ട് മണ്ഡലത്തിലെ ക്രൈസ്തവ വോട്ടുകൾ കാത്തു സൂക്ഷിക്കാൻ ദീപ്തിക്ക് പെരുമ്പാവൂർ നൽകാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. കോൺഗ്രസ് അതിന്റെ ഏറ്റവും മികച്ച പോരാളികളെയാണ് ഇത്തവണ അണിനിരത്താൻ ഒരുങ്ങുന്നത്. തദ്ദേശ രാഷ്ട്രീയത്തിന്റെ വേരുകളും നിയമസഭയിലെ ശബ്ദമാകാനുള്ള കഴിവും ഈ മൂവർ സംഘത്തിനുണ്ട്. ഇവർ മത്സരിക്കുകയാണെങ്കിൽ കേരള നിയമസഭയിൽ UDFന്റെ അംഗബലം വർദ്ധിക്കുമെന്ന് മാത്രമല്ല ഭരണത്തിലേക്കുള്ള വഴി സുഗമമാവുകയും ചെയ്യും.